ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത് വേസ്റ്റ് ക്ലോത്ത് ആണ്. ഇന്ന് നമുക്ക് ഇതുകൊണ്ട് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു ക്ലോത്തിൽ നിന്ന് നമുക്ക് കുറച്ച് റൗണ്ട് ഷേപ്പുകൾ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഈ ഒരു അടപ്പ് വെച്ചിട്ടാണ് ഇതിൽ റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കുന്നത്. ഇതുപോലെയുള്ള ഒരു 6 റൗണ്ട് ഷേപ്പുകളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതാ നമ്മളതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് ഇതാ നമ്മളൊരു സൂചിയിൽ നൂലൊക്കെ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള റൗണ്ട് ഷേപ്പുകൾ ഓരോന്നും ഇതുപോലെ ഒന്ന് തുന്നിയെടുക്കണം. നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ ഒരു ഭാഗത്താണ് നമ്മൾ തുന്നി കൊടുക്കേണ്ടത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ ഇതുപോലെയാണ് നമ്മൾ തുന്നിയെടുത്തിട്ടുള്ളത്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ അതിലേക്ക് തുന്നിയെടുക്കണം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. അപ്പോൾ നമ്മൾ 2 എണ്ണം അതിലേക്ക് തുന്നിയെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരെണ്ണം കൂടെ തുന്നി കൊടുക്കാനുണ്ട്. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന 6 എണ്ണം നമ്മൾ അതിലേക്ക് തുന്നി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇവിടേക്കൊന്ന് ചേർത്ത് തുന്നി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് ഇതാ നമ്മൾ കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും നമുക്കൊരു റൗണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം. പിന്നീട് ഇതാ നമ്മൾ കെട്ട് കമ്പിയുടെ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇതിൽ ഇതുകൊണ്ട് 2 ഹോൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് അതിലൂടെ ആ കമ്പി ഒന്ന് കോർത്തെടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെയാണ് നമ്മൾ ആ കമ്പി അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ താഴേക്ക് വന്നിട്ടുള്ള കമ്പി നമുക്ക് ഇതിലൊന്ന് ചുറ്റി കൊടുക്കാം. ഇനി നമ്മൾ ഇതിന് മുകളിലായിട്ടാണ് ആ ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പം നമുക്കിതിന് മുകളിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ആ ഫ്ലവർ അതിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചെയ്ത് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഫ്ലവർ നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഗ്രീൻ കളർ ക്ലോത്തിൽ നിന്നും ഒരു റൗണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിന് മുകളിലേക്കായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. നമ്മളിത് ഇതുപോലെ മടക്കി അതിൻ്റെ സെൻറ്ററിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അതിന് മുകളിലേക്കായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ അതൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കമ്പിയിലും ഈ ഗ്രീൻ കളർ ക്ലോത്ത് കൊണ്ട് തന്നെ ചുറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ നിന്നും ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് അത് അവിടെ ഒന്ന് ചുറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇലകളും ഈ ഒരു ഗ്രീൻ കളർ ക്ലോത്തിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ലൈനിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ക്ലോത്താണ്. അപ്പോൾ നമ്മൾ ഇലകളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇതും കൂടെ അതിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ഫ്ലവറിൻ്റെ സെൻറ്ററിൽ വൂളൻ ത്രെഡ് കട്ട് ചെയ്തത് ഒട്ടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ അതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് അതും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. വളരെ സിമ്പിൾ അല്ലേ നമ്മുടെ ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്ത പിക്ചേഴ്സ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയിലേക്ക് സെൻഡ് ചെയ്ത് തരിക. ഇതുപോലെ തന്നെ വേറെ ഒരെണ്ണം കൂടെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. പല കളറിലുള്ള ക്ലോത്ത് കൊണ്ട് ഇതുപോലെ ഒരുപാട് എണ്ണം ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മൾ വേസ്റ്റ് ക്ലോത്ത് വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഈ പൂക്കൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ.
ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.